ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കെ ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമുക്ക് വിസാരിച്ചിടാം. എന്നെ ആണ്ടവർ നമ്മളോട് പേശുത്. ഇന്ന് നമ്മൾ എപ്പിസോഡ് 113 താൻ വാസിക്കുന്നത് 103 നിന്നും പഠിച്ചിടാം. എപ്പിസോഡ് 113 അത് ഫിലിപ്പി ലേഖനം 2 അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടിടാം. 2 അധ്യായം 14 തൊട്ട് കീഴിലേക്കുള്ള വാക്യം താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. നമ്മൾ 14 വാക്യത്തിൽ ഇங்கே ஆண்டவர் சொல்லுத നമുക്ക് പേശിടാം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഇച്ഛ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന വാഞ്ച അത് നിങ്ങൾ അതായത് നിങ്ങൾ എന്നെ പണ്ണുന്നത് അല്ലെങ്കിൽ ആണ്ടവർക്ക് വേണ്ടി എന്നെ പണ്ണുന്നത് അത് രണ്ടുമേ എങ്കിന്ന് വരുന്നു. അത് ദൈവമല്ല, അത് ആണ്ടവർ താൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് എങ്കിൽ നമ്മൾ ചൊല്ലിയിരിക്കും. ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അല്ല വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ കയ്യിൽ നടുവിൽ നിന്ന് വക്രതയും കോട്ടയോടെ നിങ്ങൾ അനന്തരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കരും ആകേണ്ടതിനെ എല്ലാം വിട്ട് വാദവും കൂടാതെ ചെയ്യുവിൻ. നിങ്ങൾ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ சொல்லுது, നിങ്ങൾ പെറുവിറുപ്പ് കൂടാതെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ദൈവ ചിത്തമല്ലാത്ത രീതിയിൽ നമ്മൾ പേശിക്കൊണ്ട് നമുക്ക് ആണ്ടവർക്ക് വേണ്ടി ചെയ്യാതെ. ഇനി നമ്മൾ 15 തൊട്ടുള്ള വാക്യം നമുക്ക് വാസിച്ചിടാം. 15 തൊട്ട് വാക്യത്തിൽ നമ്മൾ എന്നാ சொல்லுது, ഇங்கே சொல்லுது 15 വാക്യത്തിൽ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ ജീവനുള്ള വചനം താൻ നിങ്ങൾ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ജീവനുള്ള വചനം താൻ നിങ്ങൾ പേശിയിടണം എന്ന് എനിക്ക് சொல்லுது. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ കാണും. എന്നാൽ നിങ്ങൾ ആരുടെ വചനം താൻ നമ്മൾ പേശുന്നത്? ജീവനുള്ള ആണ്ടവരുടെ വചനം താൻ നമ്മൾ പേശുന്നത്. ജീവനുള്ള ആണ്ടവരുടെ വചനം നമ്മൾ പേശുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പാക്കാതെ അവർക്ക് എന്നാ பண்ணணும் അത് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്നാ വേണം? നിങ്ങൾ ആത്മാർത്ഥതയോടും പരമാർത്ഥതയോടും, അതായത് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ തന്നെ നിങ്ങൾ ആണ്ടവർക്ക് വേല ചെയ്യണം എന്ന് എങ്കിൽ എഴുതിയിരിക്കുക എന്ന് എങ്കിൽ ചെയ്തിരിക്കുക. പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ ജീവന്റെ വചനം താൻ നിങ്ങൾ പ്രമാണിച്ചുകൊണ്ട് താൻ നിങ്ങൾ പേശണം എന്ന് ചെയ്യ. ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. അതോ ജീവന്റെ വചനം നിങ്ങൾ கிடைക്കുമ്പോൾ താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ് പോലെ നിങ്ങൾ പ്രകാശിതരായിടും. അതായത് ആണ്ടവർക്ക് നിങ്ങൾ ചിത്തം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശോഭ കൂടിയിടും, അല്ലെങ്കിൽ ശോഭ വർദ്ധിച്ചിടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രകാശം വർദ്ധിച്ചിടും എന്ന് നമുക്ക് നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ച ആണ്ടവരുടെ മുമ്പിൽ നമുക്ക് ആണ്ടവരുടെ സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ആണ്ടവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്നേരം നമ്മൾ ശോഭിച്ചിടും. നമ്മൾ ചെയ്യുന്ന വേല എപ്പടി ഇരിക്കുമെന്ന് ആണ്ടവർ പാക്കുമ്പോൾ നമുക്ക് എന്നാ கிடைக்கும்? മഹത്വം கிடைக்கும், മഹിഴ്ച கிடைக்கும். അന്നേരം നമുക്ക് മഹിഴ്ച വേണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ താൻ നമ്മൾ പേശണം. ഇംഗ്ലീഷിൽ എന്നാ சொல்லுது, ദാറ്റ് യു മേ ബി ബ്ലെയിംലെസ്. നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കണം. യു മസ്റ്റ് ബി ബ്ലെയിംലെസ്
ആൻഡ് ഹാംലെസ്, അതായത് കുറ്റമില്ലാത്തവരോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരുമായിരിക്കാതെ ദ സൺസ് ഓഫ് ഗോഡ് വിത്തൗട്ട് റിബിക്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തെ നിന്ദിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാവുന്നതുകൊണ്ട് വിത്തൗട്ട് റിബ്യൂക്ക്, നിങ്ങൾ എന്നാ சொல்லுது, അതിന് എതിരായിട്ട് പേശാതെ നിനക്ക് ആണ്ടവർക്ക് ചിത്തമായിട്ട് നമ്മൾ പേശണം. ഇൻ ദ മിസ്റ്റ് ഓഫ് ദ കുക്കഡ് ആൻഡ് പ്രിവേഴ്സ് നേഷൻ, ഈ ലോകത്തിലെ മനുഷ്യർ എപ്പോഴേക്ക് അവർ ക്രൂക്കഡ് അല്ലെങ്കിൽ അവർക്ക് ദുഷ്ട മനസ്സ് താൻ അവരുടെ ഹൃദയക്ക് എന്ന് சொல்லுது, അവർ ക്രൂക്കഡ് അവർ നമുക്ക് വേണ്ടി എപ്പടി പ്രശ്നങ്ങൾ പണണമെന്ന് വിചാരിച്ച് നടക്കുന്നവർ, അത് പ്രിവേഴ്സ് നേഷൻ, അവർ ആണ്ടവർക്ക് എതിരായിട്ട് പോകുന്ന മക്കൾ താൻ. അവർക്ക് അവരുടെ മുമ്പിൽ നിങ്ങൾ എന്നാ பண்ணണം, ആണ്ടവരുടെ സത്യമായ സുവിശേഷം നിങ്ങൾ പേശണമെന്ന് சொல்லுது. among whom you shine as a light in the world. அப்படி நீங்கள் ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ താരങ്ങളെ പോലെ അല്ലെങ്കിൽ സ്റ്റാർസിനെ പോലെ നിങ്ങൾക്ക് പ്രകാശം വന്നിടും. അന്നേരം നിങ്ങൾക്ക് പ്രകാശം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ ആണ്ടവരുടെ സത്യവചനങ്ങൾ നമ്മൾ പേശണം. അതാണ് നമ്മൾ നേരത്തെ 14-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചെങ്കിൽ, അന്നേരം നമ്മൾ ആണ്ടവരുടെ വചനം, നമ്മൾ സത്യവചനങ്ങൾ പേശുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് പ്രകാശം കിടച്ചിടും. അതായത് ആണ്ടവരുടെ ന്യായാസനത്തിന് മുമ്പ് പോകുമ്പോൾ നമ്മൾ മഹത്വീകരിക്കപ്പെടും. മഹിഴ്ച നമുക്ക് കിടക്കും. നമുക്ക് മഹിഴ്ച കിടക്കണമെങ്കിൽ നമ്മൾ എന്നാ പണണം? ആണ്ടവർക്ക് ചിത്തം താൻ പണണം എന്നാ എങ്കിൽ சொல்லுது. 14-ാം വാക്യത്തിൽ എന്നാ சொல்லுது എന്ന് നമ്മൾ വാസിക്കുമ്പോൾ, ഹോൾഡിങ് ഫോർ ദ വേർഡ് ഓഫ് ലൈഫ്, അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം താൻ കയ്യിൽ മുറുകെ പിടിക്കണം. ആരുടെ വചനം താൻ? ദൈവത്തിൻ്റെ ആണ്ടവരുടെ വചനം താൻ, അല്ലെ കടുവകളുടെ വചനം താൻ നമ്മുടെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം. ഹോൾഡിങ് ദ വേർഡ് ഓഫ്, അത് ജീവനുള്ള വചനം താൻ. അതായത് ആണ്ടവരുടെ വചനം എന്ന് சொல்லுക, അത് ജീവനുള്ള വചനം താൻ. ആ ജീവനുള്ള വചനം നിങ്ങൾ മുറുകെ പിടിച്ചിട്ട്, that I may റിജോയ്സ് ഇൻ ദ ഡേ ഓഫ് ക്രൈസ്റ്റ്. അപ്പടി നിങ്ങൾ മുറി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ ലാഭം കിടക്കുമെന്ന് தெரியுமா? നിങ്ങൾ ആണ്ടവരുടെ നാളിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. ആണ്ടവരുടെ നാളിൽ നമുക്ക് സന്തോഷം വരണമെങ്കിൽ നമുക്ക് എന്നാ വേണം? ആണ്ടവരുടെ വചനം മുറുകെ പിടിച്ച് ആണ്ടവരുടെ വചനം താൻ നമുക്ക് പേശണം. അതായത് നമുക്ക് ആണ്ടവർ നൽകിയിരിക്കുന്ന എന്നാ കൽപ്പന എന്നാ നമ്മൾ വാസിക്കുന്ന, നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വാസിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം ചൊല്ലിടുക. അതുതാൻ നിങ്ങളുടെ കടമ. നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം പണുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് ജീവനുള്ള നമുക്ക് വചനം നമ്മൾ പേശിടുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? നമ്മൾ താരകങ്ങളെപ്പോലെ നമുക്ക് പ്രകാശമുള്ളവരായി തീർന്നിടും. നമ്മൾ വിചാരിച്ച് നോക്കിക്കേ, നമുക്ക് പ്രകാശമുള്ള താരകങ്ങളെപ്പോലെ ആയിരിക്കും. നമുക്കിപ്പോൾ ആ താരകങ്ങളെ ദൂരെ നിന്ന് നമുക്ക് പാക്കാൻ മറ്റുമേ പറ്റുകയുള്ളൂ. എന്നാൽ ആണ്ടവർ നമ്മളെ പാക്കുമ്പോൾ അങ്ങ് പക്കം താൻ നമ്മൾ പാക്കരുത്. അവൻ പാക്കുമ്പോൾ അത് പ്രകാശം, പെരിയ പ്രകാശം, സൂര്യനെ പോലെ പ്രകാശമുള്ളവരായി നമ്മളെ കാണുവാൻ സാധിക്കും. അത് താൻ നമ്മൾ വാസിക്കും. നമ്മൾ ഇന്ന് ലോകം എന്നെ പണ്ടുക അവർ താരങ്ങളെ ബൈനാക്കുലർ വെച്ച് പാക്കുമ്പോൾ അവർക്ക് എന്നാ പറ്റും? ആ താരങ്ങൾ പക്കം വന്നിരിക്കുന്ന പോലെ, അത് പ്രകാശപൂർണതയായിരിക്കുന്ന പോലെ, അതേപോലെ ആണ്ടവർ തൻ്റെ ആ കണ്ണുകൊണ്ട് നമ്മളെ പാക്കുമ്പോൾ ആ പ്രകാശമുള്ള താരങ്ങളെ പോലെ, അയ്യോ ആ പ്രകാശം നമ്മൾക്ക് വർണ്ണിക്കാൻ കാരണം അത് എന്തുകൊണ്ട് താൻ? അത് ജീവനുള്ള വചനം താൻ നിങ്ങൾ പ്രസ്താവിക്കുന്നത്. ആ ജീവനുള്ള വചനം എന്താൻ? ആണ്ടൊരു വചനം താൻ ജീവനുള്ള വചനം. ആ ജീവനുള്ള വചനം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ പ്രകാശമുള്ളവരായി തീർന്നിടും എന്ന് നമ്മൾ വായിക്കുകയാണ്.
ഹോൾഡിങ് ഫോർ ദ വേർഡ് ഓഫ് ലൈഫ്. 16-ാം വാക്യത്തിൽ നിങ്ങൾ ആണ്ടവരുടെ വചനങ്ങൾ ജീവനുള്ള വചനത്തെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പൊടിച്ചു കൊള്ളണം. ദാറ്റ് ഐ മേ റിജോയ്സ് ഇൻ ദ ഡേ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ആണ്ടവരുടെ ദിവസത്തിൽ അല്ലെങ്കിൽ കർത്താവായ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ അല്ലെങ്കിൽ കടവുളയായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ നമ്മൾ എന്നായിരിക്കും? നമ്മൾ പ്രകാശമുള്ള, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കും. അതായത് നമുക്ക് സന്തോഷം കിടക്കണമെങ്കിൽ നമ്മൾ എന്നാ പണണം? ആണ്ടവരുടെ വേല നമ്മൾ പണണം എന്നെങ്കിൽ ചൊല്ലുക. ദാറ്റ് ഐ ഹാവ് നോട്ട് റൺ ഇൻ വെയിൻ. അതുകൊണ്ട് ഞാൻ ഓടുന്നത് വെറുതെയാവാതെ ഇരിക്കണം. അതായത് നമ്മൾ ഓടുന്ന അല്ലെങ്കിൽ നമ്മൾ ആണ്ടവർക്ക് വേണ്ടി ചെയ്യുന്ന വേല അത് വെറുതെയാവുകയില്ല, അല്ലെങ്കിൽ അത് അപ്പടിയെ പോകാതെ എന്ന് ചൊല്ലുക. അതായത് ആണ്ടവർക്ക് ചിത്തം ചെയ്യുമ്പോൾ ആണ്ടവരുടെ കൃപ നമുക്ക് കിടക്കും. നമുക്ക് അതുകൊണ്ട് ആണ്ടവരുടെ മഹത്വം നമുക്ക് കിടക്കും. ആണ്ടവരുടെ മഹത്വം അല്ലെങ്കിൽ ആണ്ടവർക്ക് മഹിഴ്ച നമുക്ക് കിടക്കും എന്ന് ഇങ്ങനെ പൗലോസ് പേശിടുക. അത് നമുക്ക് പാത്ത് നോക്കലാം, നമുക്ക് വിസാരിച്ച് പാക്കലാം എന്ന് ഇങ്ങനെ ചൊല്ലുക. ഇൻ ദ റേ ദാറ്റ് ഐ ഹാവ് നോട്ട് റൺ ഇൻ വെയിൻ. അതുകൊണ്ട് ഞാൻ ഓടുന്ന ഓട്ടം അത് വെറുതെ ആകുകയില്ല, അത് ചുമ്മാ ആകുകയില്ല, അത് അപ്പടിയേ ഒരു വേസ്റ്റായി തീരുകയില്ല എന്ന് എങ്കിൽ ചൊല്ലുകയാണ്. നീദർ ലേബർഡ് ഇൻ വെയിൻ. അതുമല്ല ഞാൻ അധ്വാനിച്ചതും വെറുതെ ആകുകയില്ല എന്ന് ചൊല്ലുക. അതായത് നമ്മൾ അധ്വാനിക്കുന്നത്, പൗലോസ് ഞാൻ അധ്വാനിച്ചത് വെറുതെ ആകുകയില്ല, നമ്മൾ അധ്വാനിക്കുന്നതും വെറുതെ ആവാൻ പാടില്ല. ആണ്ടോർ പൗലോസ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയാണ്. അവൻ ചൊല്ലുന്നത്, ഞാൻ ആണ്ടോർക്ക് വേണ്ടി ചെയ്ത വേലകൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ജയിലിൽ ഞാൻ കിടക്കുമ്പോഴും എൻ്റെ വേല അത് നഷ്ടമായില്ല എന്ന് ചൊല്ലുക. അത് നഷ്ടമാവാത്തതിൻ്റെ കാരണം എന്നതാ? കാരണം ഞാൻ ജീവനുള്ള വചനം ഞാൻ ചെയ്ത്, ഞാൻ ഓടിയത് എന്തിനു വേണ്ടിയതാ? ആണ്ടവർക്ക് വേണ്ടി താൻ ഓടിയത്. എൻ്റെ ഓട്ടം ആണ്ടവർക്ക് വേണ്ടി ഓടി. അന്നേരം എൻ്റെ ഓട്ടം അത് വ്യർത്ഥമാകില്ല, അത് ചുമ്മാ ആകുകയില്ല. അതുമാത്രമല്ല, ഞാൻ ആണ്ടവർക്ക് ചെയ്ത വേല ഒന്നുമേ നഷ്ടമാകുകയില്ല എന്ന് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുക. അത് നമുക്കും ബലം തരുന്ന കാര്യം താൻ, നമുക്കും ശക്തി പകരുന്ന കാര്യം താൻ, നമുക്കും സന്തോഷം തരുന്ന കാര്യം താൻ, നമുക്കും അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തണുപ്പിക്കുന്ന കാര്യം താൻ. അതിന് തണുപ്പ് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൂള് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നാ പറ്റണം? നമ്മൾ ആണ്ടവരുടെ വേല ചെയ്യണം. ഇங்கே എൻ്റെ സമയം മുടിഞ്ഞാച്ചൻ. പ്രിയമാനവരെ, ഞങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ നിങ്ങൾ വിസാരിച്ചിട്ട് ആണ്ടവർ എന്താണ് നമ്മൾ പേശുവാൻ ആഗ്രഹിക്കുന്നത്? ആണ്ടവർ ചൊല്ലുക, നിങ്ങൾ ആണ്ടവർക്ക് ചിത്തമുള്ളത് ചെയ്യുക. ആണ്ടവരുടെ ജീവനുള്ള വചനങ്ങൾ നിങ്ങൾ ഉപദേശിച്ചിടുക, നിങ്ങൾ ചൊല്ലിടുക. അത് അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ വേല, നിങ്ങളുടെ ഓട്ടം അത് വ്യർത്ഥമാകുകയില്ല, അത് നഷ്ടമാകുകയില്ല എന്നെങ്കിൽ ചൊല്ലിയാൽ അതായത് നിങ്ങൾ ചെയ്യുന്ന വേല ഒന്നും നഷ്ടമാകാതെ എന്നെങ്കിൽ ചൊല്ലുകയാണ്. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് ആണ്ടവർ ഇനി അനുവദിച്ചാൽ നാളേക്ക് പിന്നെയും നമുക്ക് വിസാരിച്ചിടാം. എങ്കിൽ നമ്മൾ പഠിച്ചത് നമ്മളൊന്ന് വിസാരിച്ചിട്. ആണ്ടവർ എന്നാണ് നമ്മളോട് ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നത്. ആണ്ടവർ നാം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കിടക്കുമാറാകട്ടെ. ആമീൻ.